ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈശോ കൂനുള്ള ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. 18 വർഷമായിട്ട് കൂഞ്ഞിക്കൂടി നടന്നിരുന്ന ഒരു സ്ത്രീ. ഈശോ അവളെ ഇപ്രകാരമാണ് സ്പർശിക്കുന്നത്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 12-ാം തിരുവചനം. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ ഒരൊറ്റ വാക്ക് 18 വർഷമായിട്ടുള്ള കൂന് സുഖപ്പെട്ടു. നോക്കിക്കേ, എത്ര ശക്തിയോടുകൂടിയാണ് ഈശോ പ്രവർത്തിക്കുന്നത്, എത്ര കാരുണ്യത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഈശോയുടെ കാരുണ്യത്തെ ശക്തിയൊക്കെ കൊച്ചുരേസ്യയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ എപ്പോഴും ഈശോയുടെ കരുണാദ്രമായ സ്നേഹത്തിലേക്ക് വിട്ടുകൊടുക്കുക. ആരെയും മാറ്റിവെക്കാതെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന വ്യക്തിയായി ഈശോ എന്ന് കൊച്ചുരേസ്യയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ കൂനുള്ള സ്ത്രീ, രോഗികളെയും കൂനുള്ളവരൊക്കെ എല്ലാവരും മാറ്റി നിർത്തുക, ഈശോ അവരിലേക്ക് തന്നെ കടന്നു ചെല്ലുക, സൗഖ്യം കൊടുക്കുക. അവളുടെ ജീവിതത്തെ ഊമിക്കുന്നുണ്ട്. ഇതുപോലെ പലവിധ പ്രശ്നങ്ങളാ കൂഞ്ഞിപ്പോയതാണ് എൻ്റെ ജീവിതം, പക്ഷേ ഈശോയുടെ ഒരു കരുണാപൂർവമായ ഇടപെടൽ അതെന്നെ നിവർന്ന് നടക്കുവാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. നീ ഏതെങ്കിലും രീതിയിൽ കൂഞ്ഞിപ്പോയിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നിനക്ക് അനുഭവിക്കുന്നുണ്ടോ? നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ ദൈവം നിന്നോട് കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുത്താൽ മതി. ഇതുപോലെ ഈശോനെ ഒന്ന് ആശ്രയിച്ചാൽ മതി, നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കാരുണ്യത്തിൽ ആശ്രയിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിൽ ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ നിന്റെ വലിയ കരുണയുടെ സ്നേഹം ഉയർത്തുമെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതെല്ലാ നന്മകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.